16ാം കേരള നിയമസഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കിടെ ഒട്ടേറെ കൗതുക കാഴ്ചകൾ. തലസ്ഥാനത്തെ നിയമസഭാ മന്ദിരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കവേ സഭയ്ക്കുള്ളിൽ ദൃശ്യമായത് വൈവിധ്യങ്ങളുടെയും കൗതുകങ്ങളുടെയും വേറിട്ട കാഴ്ചകളാണ്. ഗവർണർക്ക് മുന്നിൽ നേരത്തെ പ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ പ്രോടേം സ്പീക്കർ ജി സുധാകരനാണ് പുതിയ സഭയിലെ അംഗങ്ങൾക്ക് ഔദ്യോഗികമായി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അസംബ്ലി ചട്ടങ്ങൾ അനുസരിച്ച് പൂർണ്ണമായും ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങളെ സത്യപ്രതിജ്ഞയ്ക്കായി വേദിയിലേക്ക് ക്ഷണിച്ചത്. ഇതനുസരിച്ച് കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് പുതിയ UDF സർക്കാരിൽ ഫിഷറീസ് മന്ത്രിയായി ചുമതലയേറ്റ മുസ്ലിം ലീഗ് നേതാവ് VE അബ്ദുൽ ഗഫൂറാണ് സഭയിൽ ഏറ്റവും ആദ്യം ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിയത്. അക്ഷരമാല ക്രമത്തിൽ പട്ടികയിൽ ഏറ്റവും ഒടുവിലുള്ള വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നുള്ള CPM MLA സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് ഏറ്റവും അവസാനമായി സത്യപ്രതിജ്ഞ ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ആറ്റിങ്ങലിൽ നിന്നും വിജയിച്ചെത്തിയ OS അംബികയാണ് പുതിയ നിയമസഭയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത വനിത. ഇവർ സഗൗരവമാണ് പ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ തങ്ങളുടെ സവിശേഷതകൾ കൊണ്ട് ഏറെ ശ്രദ്ധേയരായത് മഞ്ചേശ്വരം MLA AKM അഷ്റഫും തൃത്താല MLA VT ബൽറാമുമാണ്. കടുത്ത പ്രാദേശിക ഭാഷാ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് കടമ്പാർ സ്വദേശിയായ AKM അഷ്റഫ് കന്നഡ ഭാഷയിലാണ് ഇത്തവണ സത്യവാചകം ചൊല്ലിയത്. മഞ്ചേശ്വരത്ത് നിന്നും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രനെ 29,252 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. UDFിൽ നിന്നുള്ള യുവ MLA മാർ ഭൂരിഭാഗവും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നെഞ്ചിൽ കൈവച്ച് തികച്ചും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്താണ് VT ബൽറാം വ്യത്യസ്തനായത്.